Good afternoon, sir. Yes, good afternoon, Simi. Good afternoon, Lechu. Okay, let us start. Okay, Lechu. Okay. Okay, Simi. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് പാസീവ് വോയിസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഡിസ്കസ് ചെയ്ത കൂട്ടത്തിൽ നമ്മൾ 6 ടൈപ്പുള്ള പാസീവ് വോയിസിനെ കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചു. സിമ്പിൾ പ്രസന്റ് ഉണ്ടായിരുന്നു, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ലാസ്റ്റ് നമ്മൾ പറഞ്ഞു നിർത്തിയ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അങ്ങനെ 6 പാസീവ് വോയിസിന്റെ സ്ട്രക്ചറിനെ കുറിച്ചാണ് നമ്മൾ സൂചിപ്പിച്ചത്. ഇനി അതിൻ്റെ അകത്ത് അവശേഷിക്കുന്ന ഒരെണ്ണം കൂടിയുണ്ട്. ആ ഒരെണ്ണം കൂടി നമുക്ക് നിന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞത് ഒന്ന് റിവൈൻഡ് ചെയ്യാണ്. സിമ്പിൾ പ്രസന്റ് ആകുമ്പോൾ ഒബ്ജക്റ്റ് എഴുതി, ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആര് എഴുതി, വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതി. സിമ്പിൾ പാസ്റ്റ് ആണ് തന്നിരിക്കുന്ന വാചകമെങ്കിൽ ഒബ്ജക്റ്റ് എഴുതി, വാസ് അല്ലെങ്കിൽ വേറെ എഴുതി, പിന്നെ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതി. സിമ്പിൾ ഫ്യൂച്ചർ ആണെങ്കിൽ ഒബ്ജക്റ്റ് എഴുതി, വിൽ അല്ലെങ്കിൽ ഷാൽ എഴുതി, ബി എഴുതി, പിന്നെ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതി. പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ ഒബ്ജക്റ്റ് എഴുതി, ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ എഴുതി, ബീയിങ് ചേർത്ത്, പിന്നെ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതി. പാസ്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ ഒബ്ജക്റ്റ് എഴുതി, വാസ് അല്ലെങ്കിൽ വേർ ചേർത്തു, ബീയിങ് ചേർത്തു, വെർബിന്റെ മൂന്നാമത്തെ ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതി. ഏറ്റവും ഒടുവിൽ പ്രസന്റ് പെർഫെക്റ്റ്, അപ്പോഴും നമ്മൾ ഒബ്ജക്റ്റ് എഴുതി, ആസ് അല്ലെങ്കിൽ ഹാവ് എഴുതി, ബീൻ എഴുതി, പിന്നെ വെർബ് എഴുതി, ആ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതി. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള 6 ടൈപ്പ് ടെൻസിന്റെ പാസീവ് വോയിസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അതിൽ അവശേഷിച്ചിരിക്കുന്ന ഒരെണ്ണം കൂടിയുണ്ട്. അപ്പൊ അതൊന്ന് നമുക്ക് പറയാം. യെസ്, അപ്പൊ അതിനു മുമ്പ് ഞാനൊരു വാചകം പറയുന്നു. ആ വാചകം നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതുക. He had taken, taken the books. He had taken the books. ഓക്കെ, അത്രയും മതി. He had taken the books. അപ്പൊ ഇവിടെ നമ്മൾ പുതിയൊരു വാചകം എഴുതിയിരിക്കുകയാണ്. ആ വാചകം ഇതാണ്, He had taken the books. അപ്പൊ ഈ വാചകം നോക്കുമ്പോൾ ലച്ചു, ഇത് ഏത് ടെൻസിൽ വരുന്ന വാചകമാണെന്ന് പറയാൻ പറ്റും? ഏത് ടെൻസ് ആണ് ഹി ഹാഡ് ടേക്കൻ ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമ്മൾ പറഞ്ഞിട്ടുള്ള ആ 9 ടെൻസുകളിൽ ഏതിന്റെ കീഴിൽ വരും ഇത്? ഹി ഹാഡ് ടേക്കൻ ബുക്സ് എന്ന് പറയുമ്പോൾ. ഓക്കെ, ആർക്കെങ്കിലും പറയാം. Past perfect.
എന്താണ് സിനി? Past perfect. Past perfect. That's a correct answer. Very good, very good. Okay, very good. That's correct answer. Past perfect. So past perfect ആണെന്ന് എങ്ങനെ സിനിക്ക് മനസ്സിലായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിനി പറയും സബ്ജക്റ്റ് എഴുതി, had എഴുതി, പിന്നെ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ അതുപോലെ ഇവിടെ he had taken the books. ഈ സബ്ജക്റ്റ് ആണ്. പിന്നെ had ഉണ്ട്, ടേക്ക് എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് ടേക്ക്. അപ്പൊ സബ്ജക്റ്റും ഹാഡും പിന്നെ വെർബിന്റെ മൂന്നാമത്തെ ഫോമും കൂടി വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മളിത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണെന്ന് പറഞ്ഞത്. ഓക്കെ, ഇറ്റ്സ് എ വെരി ഗുഡ് ആൻസർ. അപ്പൊ ഇനി നമ്മൾ നോക്കുന്നത് തന്നിരിക്കുന്ന വാചകം പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലുള്ളതാണെങ്കിൽ ആ വാചകത്തിന്റെ പാസീവ് വോയിസ് എഴുതുമ്പോൾ എങ്ങനെ എഴുതും? അതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. തന്നിരിക്കുന്ന വാചകം പ്രസന്റ് പെർഫെക്റ്റ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ ഓബ്ജക്റ്റ് എഴുതി, ഹാസ് അല്ലെങ്കിൽ ഹാവ് എഴുതി, ബീൻ ചേർത്ത്, പിന്നെ വെർബിന്റെ മൂന്നാമത്തെ ഫോം. അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെയും ഉപയോഗിക്കുക. ചെറിയൊരു വ്യത്യാസം വരുമെന്ന് മാത്രമാണ്, ചെറിയ ഒരു വ്യത്യാസം. ഓക്കെ, സുഹൈന ഗുഡ് ആഫ്റ്റർനൂൺ. ചെറിയ ഒരു വ്യത്യാസം വരും. അപ്പൊ അതെന്താണ്? നേരത്തെ പ്രസന്റ് പെർഫെക്റ്റിൽ നമ്മൾ പാസീവ് വോയിസ് എഴുതിയപ്പോ ഹാസ് അല്ലെങ്കിൽ ഹാവ് കഴിഞ്ഞിട്ടാണ് ബീൻ ചേർത്തത്. ഇവിടെ എന്ത് ചേർക്കണം? ഹാഡ് കഴിഞ്ഞതിന് ശേഷം ബീൻ ചേർക്കണം. ഇതുള്ള വ്യത്യാസം. അപ്പൊ എന്ത് വരും? ഒബ്ജക്റ്റ് പ്ലസ് OBJECT, ഒബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് HAD, ഹാഡ് പ്ലസ് ബീൻ പ്ലസ് BEN, ബീൻ പ്ലസ് വെർബ്, ആ വെർബിന്റെ ബ്രാക്കറ്റിൽ PP, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓർ V3 മൂന്നാമത്തെ ഫോം. അപ്പോ ആദ്യം ഒബ്ജക്റ്റ് എഴുതി, പിന്നെ ഹാഡ് എഴുതി, പിന്നെ ബീൻ ചേർത്തു, പിന്നെ വെർബ് എഴുതി. ആ വെർബിന്റെ മൂന്നാമത്തെ ഫോം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും ഇത് എന്താണ്? ഇത് പാസ്റ്റ് പെർഫെക്റ്റിന്റെ പാസീവ് വോയിസ് ആണ്. യെസ്. അപ്പൊ നമുക്കിനി ഇതിന്റെ നേരത്തെ പറഞ്ഞ വാചകത്തിന്റെ ആൻസറിലേക്ക് വരാം. ചോദ്യം ഇതായിരുന്നു, ഹി ഹാഡ് ടേക്കൻ ദ ബുക്സ്. ഒബ്ജക്റ്റ് കണ്ടുപിടിക്കുക. എന്തെടുക്കുക? ദ ബുക്സ്. അപ്പൊ നമ്മൾ ആദ്യം എടുത്ത് ദ ബുക്സ്, ഒബ്ജക്റ്റ് കിട്ടി, ഹാഡ് ചേർത്തു, പിന്നെ ബീൻ ചേർത്തപ്പോ ദ ബുക്സ് ഹാഡ് ബീൻ. അത്രയും വരെ. ഇനി വേണ്ടത് എന്താണ്? വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പൊ ഇവിടെ നമ്മൾ കാര്യം ശ്രദ്ധിക്കണം, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എഴുതുമ്പോൾ അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നതും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. അപ്പൊ ഇനി വേറൊരു പാസ്റ്റ് പാർട്ടിസിപ്പിൾ നമ്മൾ അന്വേഷിച്ചു പോകേണ്ട കാര്യമില്ല, അത് തന്നെ എടുത്ത് എഴുതി വെച്ചാൽ മതി. അപ്പൊ എന്ത് വരും? ദ ബുക്സ് ഹാഡ് ബീൻ ടേക്കൻ ബൈ ഹിം. ഓക്കെ, ദ ബുക്സ് ഹാഡ് ബീൻ ടേക്കൻ ബൈ ഹിം. ഇതാണ് അതിന്റെ ആൻസർ. അപ്പൊ നമ്മൾ സാധാരണഗതിയിൽ പഠിച്ചിട്ടുള്ള ഹാഡ് അതിന് ഞാൻ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. ഓക്കെ ലച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ദ ബുക്സ് വെച്ച് തുടങ്ങുക വെച്ചു. യെസ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹാഡ് വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ നമ്മൾ നേരത്തെ പഠിച്ചത് പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസ് ആണ്. അപ്പൊ എവിടെയെങ്കിലും ഹാഡ് കഴിഞ്ഞതിന് ശേഷം ബീൻ കാണണമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ഇത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആയിരുന്നു, പക്ഷെ അതിനെ പാസീവ് വോയിസിലോട്ടാക്കി മാറ്റി എഴുതിയത് കൊണ്ടാണ് ഇങ്ങനെ വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കുക. അതാണ് അതുമായിട്ട് പറയാനുള്ളത്. അപ്പൊ ഇതോടുകൂടി ഏതാണ്ട് നമ്മുടെ പാസീവ് വോയിസ് എന്ന് പറയുന്ന സെക്ഷൻ ഞാനിങ്ങോട്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പൊ നമ്മൾ ടെൻസുകളെ കുറിച്ച് പറഞ്ഞു. ആ ടെൻസുകൾക്ക് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പറഞ്ഞത് ഓരോ ടെൻസിന്റെയും പാസീവ് വോയിസ് എങ്ങനെ വരുമെന്ന് പറഞ്ഞു. യെസ്. ഓക്കെ, ഞാനിനി ഇതിന്റെ അകത്ത് ഒന്നൊരു വാചകങ്ങൾ പറയാം. നിങ്ങൾക്ക് അതിനൊന്ന് പാസ്റ്റ് പെർഫെക്റ്റിലോട്ട് ആക്കാൻ പറ്റുമോ എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കാം. വാചകം ഇതാണ്, they had finished, FINISHED, finished their, THEIR, their work, 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 before, BEFORE, before they went to
they went to WENT. They went to the hotel, HOTEL, hotel. So I will repeat the sentence. They had finished their work before they went to the hotel. ഇതാണ് തന്നിരിക്കുന്ന വാചകം. അപ്പൊ ഇതിന്റെ അകത്തുനിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഒബ്ജക്റ്റ് കണ്ടുപിടിക്കണം. They had finished. അവർ പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. ഒരു ചോദ്യം ചോദിക്കുക, എന്ത് പൂർത്തിയാക്കുക? Their work, അവരുടെ ജോലി. അപ്പൊ their work നമുക്കൊരു ഒബ്ജക്റ്റ് കിട്ടി. ബാക്കി നിങ്ങൾക്ക് എഴുതാവുന്നതിനുള്ളൂ. their work എന്നുള്ള ഒബ്ജക്റ്റ് ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ their സ്പെല്ലിംഗ് THEIR, അവരുടെ. യെസ്, അതുപോലെ എഴുതിയാൽ മതി. ലക്ഷ്യം ഇതിനു മുമ്പ് നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ടത്. ബിഫോർ ഒടിക്കുള്ളത് അതുപോലെ എഴുതിയാൽ മതി. ഓക്കെ സെമി. ഓക്കെ മസിഹൻ. യെസ്, വേറെ ആർക്കെങ്കിലും? അപ്പൊ അവിടെ വായിക്കാം. They had finished their work. അത്രയും വരെ വെച്ച് നമുക്ക് പറയാം. Their work കിട്ടി. Had been, their work had been finished before they went to the hotel. Their work had been finished before they went to the hotel. Yes. അടുത്തത് somebody had SOMEBODY. Somebody had opened OPENED, opened the door, DOOR, the door, before I woke up, WOKE, woke up. I will repeat it. Somebody had opened the door before I woke up. Somebody had opened the door before I woke up. ഞാൻ എഴുന്നേൽക്കുന്നതിന് മുൻപ് ആരോ വാതിൽ തുറന്നിട്ടുണ്ടായിരുന്നു. യെസ്, ഇത് നമ്മൾ സ്വന്തമായിട്ട് നോക്കുക. അതിന് ഓബ്ജക്റ്റ് കണ്ടുപിടിക്കുക. ഓബ്ജക്റ്റ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ്. ആരെ അല്ലെങ്കിൽ എന്ത് എന്ന് ചോദിക്കുമ്പോൾ we will get an answer. That answer is object. Answer ആണ് object. Okay, Masihat is a correct answer. Very good. Okay, Simi. Very good.
ഓക്കെ നന്ദന, വെരി ഗുഡ്, കറക്റ്റ് ആണ്. ഓബ്ജക്റ്റ് കണ്ടെത്താനായിട്ട് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര എളുപ്പമാണ്. ഓബ്ജക്റ്റ് കണ്ടെത്തുന്ന ടെക്നിക്ക് മറക്കാതിരിക്കുക. ആരെ അല്ലെങ്കിൽ എന്ത്, ഹും ഓർ വാട്ട്. ആൻസർ ടു ദാറ്റ് ക്വസ്റ്റ്യൻ ഈസ് ഒബ്ജക്റ്റ്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുകയാണ്, ആരോ വാതിൽ തുറന്നിട്ട് ഉണ്ടായിരുന്നു. എന്ത് തുറക്കുക? വാതിൽ, ദ ഡോർ, ഒബ്ജക്റ്റ്. ദ ഡോർ had been opened. The door had been opened before I woke up. Okay, Lichu? Okay, Shajmir? Very good. Hey, Lichu, Shajmir? Very good. Correct. Correct. Yes. അടുത്തത്. ഓക്കെ സുഹൈന, കറക്റ്റ് ആണ്. അടുത്തത്. They had locked, LOCKED, lock, കൂട്ടുക. They had locked the door before BEFORE, before they left home. They had locked the door before they left home. അവര് വീട് കൂട്ടിയിട്ടുണ്ടായിരുന്നു, ഡോർ കൂട്ടിയിട്ടുണ്ടായിരുന്നു. ബിഫോർ ദേ ലെഫ്റ്റ് ഹോം, വീട് വിട്ടു പോകുന്നതിന് മുമ്പ് അവർ ഡോറ് കൂട്ടിയിട്ടുണ്ടായിരുന്നു. യെസ്, കണ്ടുപിടിക്കുക. ഓക്കെ സിമി, കറക്റ്റ്. ഓക്കെ മസിഹർ, കറക്റ്റ്. ഓക്കെ നന്ദന പി വി, കറക്റ്റ്. വെരി ഗുഡ്. ഓക്കെ അനുലക്ഷ്മി, കറക്റ്റ്. ഓക്കെ സുഹൈന, കറക്റ്റ്. ഓക്കെ സുൽഫത്ത്, കറക്റ്റ്. ഓക്കെ, നിങ്ങളുടെ വാചകം കറക്റ്റ് ആണ്. ഞാൻ ചെറിയൊരു വ്യത്യാസപ്പെടുത്തി പറയാം. They had killed, KILLLED, killed him before the police arrived. ARRIVED, arrived. I will repeat the sentence. They had killed him before the police arrived. അപ്പൊ ഇതിനർത്ഥം പോലീസ് വരുന്നതിന് മുൻപേ അവർ അവനെ കൊന്നിട്ടുണ്ടായിരുന്നു. They had killed him before the police arrived. Okay, Marshit.
സിമി വാസ് അവിടെ നിന്ന് കയറി വന്നു. ഓക്കെ. നസീം. ഓക്കെ നന്ദന. വാസു വരുമ്പോ പാസ്റ്റിലോട്ട് വരും. ഓക്കെ അനുലക്ഷ്മി. ഓക്കെ ലച്ചു. ഓക്കെ. സുൽഫത്ത് കറക്റ്റ് ആണ്. ഓക്കെ സിമി ഇപ്പൊ കറക്റ്റ്. ഇപ്പോൾ കറക്റ്റായി. യെസ്. അപ്പൊ ഞാൻ ഇത്ര നേരം പറഞ്ഞത് വളരെ എളുപ്പമുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പോലെയുള്ള വാചകങ്ങളാണ് ഹാഡ് വെച്ച് പറഞ്ഞത്. അതിന് ചെറിയ വ്യത്യാസപ്പെടുത്തി ഞാൻ പറയുന്നു. ചോദ്യം ഇതാണ്. ഹാഡ് എനിബഡി washed, W-A-S-H-E-D, washed the room, R-O-O-M, room, before Raju, or capital letter Raju, woke up, W-O-K-E, woke up. Okay, I will repeat it. Had anybody washed the room before Raju woke up? No question mark. Okay, ഇതാണ് ചോദ്യം. രാജു എഴുന്നേൽക്കുന്നതിന് മുമ്പ് ആരെങ്കിലും മുറി വൃത്തിയാക്കിയിരുന്നു? Had anybody washed the room before Raju woke up? രാജു എഴുന്നേൽക്കുന്നതിന് മുമ്പ് ആരെങ്കിലും മുറി വൃത്തിയാക്കിയിരുന്നു? ചോദ്യമാണ്. അപ്പൊ ആ ചോദ്യത്തിന്റെ രീതിയിൽ തന്നെ വരാം അതിന്റെ പാസിംഗ് വോയിസ്. ഓക്കെ സിമി, വെരി ഗുഡ്. ഓക്കെ മസീദത്ത്. ഓക്കെ ലച്ചു, കറക്റ്റ്. ഓക്കെ സുൽഫത്ത്, ആ റൂം ആദ്യം പറഞ്ഞു കേട്ടോ. യെസ്. അപ്പൊ കറക്റ്റ് ആൻസർ അല്ല എഴുതിയത്. അപ്പൊ ആൻസർ ഞാൻ വായിക്കാം. ഹാഡ് ദ റൂം ബീൻ വാഷ്ഡ്, എന്ത് വൃത്തിയാക്കാന്ന് ചോദിച്ചപ്പോ റൂം. അപ്പൊ റൂം നമുക്ക് എടുക്കുക. ഹാഡ് ദ റൂം ബീൻ വാഷ്ഡ്, ഹാഡ് ദ റൂം ബീൻ വാഷ്ഡ്. ഓക്കെ സുൽഫത്ത്, സുഹൈന കറക്റ്റ് ആണ്. വാഷ്ഡ് ബിഫോർ രാജു വോക്ക്. യെസ്. ഒരു ചോദ്യം കൂടി അതുപോലെ. Had they published, P-U-B-L-I-S-H-E-D, published their books, T-H-E-I-R, their books, B-O-O-K-S, books, before they joined, J-O-I-N-E-D, before they joined college, C-O-L-L-E-G-E. I will repeat the question.
had they published their books before they joined the college? Question mark. അവര് കോളേജിൽ ചേരുന്നതിന് മുമ്പ് അവരുടെ ബുക്ക് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നോ? ക്വസ്റ്റ്യൻ മാർക്ക്. Okay, Simi, very good. Okay, Masihat, correct, very good. Okay, Nandana, correct, good. Okay, Anulashmi, correct, very good. Okay, Sophia, very good, correct. Okay, Sulfat, correct. Yes. Yes. Ini. Okay, Alicia, correct. Okay, Divya, correct. Okay. ഇനി വാചകം തന്നെ ഞാൻ വേറൊരു ബോർഡിലോട്ട് മാറ്റുകയാണ്. വാചകം ഇതാണ്. The people, PEOPLE, the people had not attacked, ATTACKED, attacked the thief, THIEF. Okay, I will repeat the question. The people had not attacked the thief. Statement ഇതാണ്. ജനങ്ങള് കള്ളനെ ആക്രമിച്ചിട്ടുണ്ടായിരുന്നില്ല. Had not attacked. Okay. എഴുതിക്കോളൂ. Okay, Masihat, correct. Okay, Nandana, correct. Okay, Simi, correct. Okay, Lechu, correct. Okay, അപ്പൊ ഈ ആൻസർ എന്താ വരുന്നത്? People had not attacked the thief. കള്ളനെ ആക്രമിച്ചിട്ടുണ്ടായിരുന്നില്ല. Okay, സുഹൈന, correct. ആരെ ആക്രമിക്കുക? കള്ളനെ. അപ്പൊ the thief, ഒബ്ജക്റ്റ് കിട്ടി. Had. ഇതിനകത്ത് നോട്ടുള്ളതുകൊണ്ട് അത് ഒരു നോട്ട് കേൾക്കുക. Had not been. The thief had not been attacked. 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 Had not been attacked. Okay, the thief had not been attacked. അടുത്തത്. Nobody, NOBODY, nobody had mistaken them, 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 before the police
BEFORE, before the police arrived, ARRIVED. Okay, Simi. Okay, correct. Okay, Masihat, correct. Okay, Nandana, correct. Okay, Suhaina, correct. Yes, ഞാനെങ്കിലും okay. Okay. അപ്പോൾ വേറൊരു മോഡലുള്ള അവരോട് പറയാം. സൈക്കോളജിയൊക്കെ ശരിയാണ്. Had they not eaten, had they not eaten the mangoes before they went to bed, before they went to bed, before they went to bed. Yes, ഞാൻ ഒരിക്കലും റിപ്പീറ്റ് ചെയ്യാം. Had they not eaten the mangoes before they went to bed? Had they not eaten mangoes? Okay, Simi, correct. Okay, Masihat. Nandana, had ആദ്യം വരാം. ചോദ്യമായിരുന്നില്ലേ? അപ്പൊ had ആദ്യം വരാം. Okay, Sufaina. Yes. Okay, Lechu. Had the mangoes not been eaten. Okay, Lechu, correct.
ഓക്കെ, അപ്പൊ ഞാൻ ഒന്നുകൂടി ആൻസർ വായിക്കാം. Had the mangoes not been eaten before they went into the bed. Okay, okay. അപ്പൊ നമുക്ക് അത് അവിടെ വെച്ച് അവസാനിപ്പിക്കാം. അപ്പൊ ഇപ്പൊ നമ്മൾ ആ ടെൻസുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ഇനി അടുത്ത വേറൊരു കാര്യമാണ് നമുക്ക് നോക്കാനുള്ളത്. യെസ്, അപ്പോ നമ്മൾ പറഞ്ഞത് വിവിധങ്ങളായ ടെൻസുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അങ്ങനെയുള്ള ടെൻസുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിന്റെ പാസീവ് വോയിസിനെ കുറിച്ച് പറഞ്ഞു. പാസീവ് വോയിസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞത് സിമ്പിൾ പ്രസന്റിന്റെ പാസീവ് വോയിസ് ഉണ്ട്, സിമ്പിൾ പാസ്റ്റിന്റെ ഉണ്ട്, സിമ്പിൾ ഫ്യൂച്ചറിന്റെ ഉണ്ട്, പ്രസന്റ് കണ്ടിന്യൂസ് ഉണ്ട്, പാസ്റ്റ് കണ്ടിന്യൂസ് ഉണ്ട്, പ്രസന്റ് പെർഫെക്റ്റ് ഉണ്ട്. ഇപ്പോൾ അവസാനം നമ്മൾ പറഞ്ഞു നിർത്തിയത് പാസ്റ്റ് പെർഫെക്റ്റ്. അപ്പൊ ഇത്രയുമുള്ള ടെൻസുകളെ കുറിച്ചും അതിന്റെ പാസീവ് വോയിസിനെ കുറിച്ചുമാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്കൊരു നിഗമനത്തിലേക്ക് എത്താം. ഈ 12 ടെൻസുകളിലാണ് ഇംഗ്ലീഷ് എഴുതുന്നത്. ഓക്കെ 12 ടെൻസുകളിലാണ് എഴുതുന്നത്. വെച്ചു കറക്റ്റ് എഴുതുന്നത്. ആ ടെൻസുകളിലല്ലാതെ ഇംഗ്ലീഷിൽ ഒരു വാചകം എഴുതാനായിട്ട് സാധിക്കില്ല. പിന്നെ വരുന്നത് അതേ ടെൻസുകളുടെ തന്നെ പാസീവ് വോയിസിന് വാചകമുണ്ട്. ഇതല്ലാതെ വേറെ രീതിയിൽ ഇംഗ്ലീഷിൽ വാചകം എഴുതാനായിട്ട് നമുക്ക് ഇല്ല. അപ്പോ അത് നമ്മളൊന്ന് അതിന്റെ അർത്ഥം ഒന്ന് മീനിങ് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നതിന്റെ അർത്ഥം നമുക്കിത് വായിച്ചെടുക്കാം. ഞാൻ സിമ്പിൾ പ്രസന്റ് മുതൽ ഒന്നുകൂടി പറയുകയാണ്. ഞാൻ എടുക്കുകയാകുന്നു. സിമ്പിൾ പാസ്റ്റ് ഞാൻ എടുത്തു. സിമ്പിൾ ഫ്യൂച്ചർ ഞാൻ എടുക്കും. പ്രസന്റ് കണ്ടിന്യൂസ് ഞാൻ എടുക്കുകയാകുന്നു. പാസ്റ്റ് കണ്ടിന്യൂസ് ഞാൻ എടുക്കുകയായിരുന്നു. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ഞാൻ എടുക്കുകയായിരിക്കും. പ്രസന്റ് പെർഫെക്റ്റ് ഞാൻ എടുത്തു കഴിഞ്ഞു. പാസ്റ്റ് പെർഫെക്റ്റ് ഞാൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്യൂച്ചർ പെർഫെക്റ്റ് ഞാൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഞാൻ എടുത്തുകൊണ്ടേയിരിക്കുകയായി ആകുന്നു. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഞാൻ എടുത്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഞാൻ എടുത്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഞാൻ എടുക്കുക എന്ന് പറയുന്ന ഒരു വേർഡ് വെച്ചിട്ടെങ്കിലും ആ 12 എണ്ണത്തിന്റെ അർത്ഥമാണ് ഇങ്ങനെ പറഞ്ഞത്. അപ്പൊ ഞാൻ എന്നുള്ളതിന് പകരം നിങ്ങൾക്ക് ദേ എന്നോ യൂന്നോ ഇഷ്ടമുള്ള സബ്ജക്ട് ചേർക്കാം. ടേക്ക് എടുക്കുക എന്നുള്ളതിന് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാക്കുകൾ ചേർക്കാം. ആ രീതിയിലാണ് എന്റെ മീനിങ് വരുന്നത് എന്നുള്ള കാര്യം കൂടി നമ്മളൊന്ന് ഓർത്തിരിക്കുക. യെസ്, പിന്നെ പാസീവ് വോയിസിലോട്ട് വരുമ്പോ ഒബ്ജക്റ്റ് ആണ് നമ്മൾ ആദ്യം പറയുന്നത്. ഇത് ഞാൻ എടുക്കപ്പെട്ടു, ഇത് എന്നെ എടുക്കപ്പെടുകയാകുന്നു, ഇതെന്നെ എടുക്കപ്പെടുകയായിരുന്നു എന്ന് പറഞ്ഞ രീതിയിലാണ് ആ സെന്റൻസിന്റെ അർത്ഥം വരുന്നത്. ഓക്കെ, രാമൻ പാമ്പിനെ കൊന്നു എന്ന് പറയുന്നത് പാമ്പ് രാമനെ കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന അർത്ഥത്തിലാണ് അത് വരുന്നത്. അപ്പൊ ഇത്രയുമാണ് ടെൻസുകളെ കുറിച്ചും അതിന്റെ പാസീവ് വോയിസിനെ കുറിച്ചും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ ഇനി അടുത്തൊരു സെക്ഷനാണ്, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ആരംഭിക്കാം. അപ്പൊ ഞാൻ നിങ്ങളോട് 1-2 ചോദ്യങ്ങൾ ചോദിക്കാം. ഓക്കെ, വെരി സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. വെരി സിമ്പിൾ. ഓക്കെ. ഇതിന്റെ ഫസ്റ്റ് ലെറ്റർ സി എന്നും രണ്ടാമത്തെ ലെറ്റർ ആർ എന്നുമാണ്. ഫസ്റ്റ് ലെറ്റർ ഈസ് സി, സെക്കൻഡ് ലെറ്റർ ഈസ് ആർ. അപ്പൊ ആ രീതിയിൽ വരാവുന്ന രീതിയിലുള്ള ഉത്തരം നിങ്ങൾ മനസ്സിലൊന്ന് ഫ്രെയിം ചെയ്യുക. ഓക്കെ, ഗെറ്റ് റെഡി.
Yes. First letter is C, second letter is R. Okay. ചോദ്യം ഇതാണ്. A break, BREAK, a break or fracture, FRACTURE, a break or fracture that is seen in a glass. Oh, മസിഹത്തിന് സംബന്ധിക്കണം. മസിഹത്ത്, അനുലക്ഷ്മി, സുഹൈന. മസിഹത്ത്, അനുലക്ഷ്മി, സുഹൈന. വെരി ഗുഡ്, വെരി ഗുഡ്. ഞാൻ 3 പേരുടെ പേര് എഴുതിയിട്ടുണ്ട്. ഓക്കെ. യെസ്. ഈസ് ഓഫൺ സീൻ ഇൻ എ ഗ്ലാസ്. ഗ്ലാസ്സിൽ കാണുന്ന ആ പൊട്ടലിനെ പറയുന്ന പേര് ക്രാക്ക്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. അടുത്തത് collide, COLLIDE, collide violently with an obstacle or with another vehicle. Yes. Masihat is the correct answer. Masihat, Anulashmi, Suhaila. Okay, ബാക്കിയുള്ള എഴുതിയിട്ടുണ്ട്. അലീഷ, വിജയ്, ലച്ചു, അഞ്ജു is the correct answer. Okay, crash, CRASH, crash. അടുത്ത ചോദ്യം. A puzzle, PUZZLE, a puzzle. A puzzle where you will fill the words based on a clue. It's CLUE, clue. Okay, Masihat. Yes. Masihat, Alisha, Suhaila. Masihat, Alisha. അലീഷ ആൻഡ് സുഹൈന. കറക്റ്റ് ആണ്. ക്രോസ് വേർഡ് എന്നാ പറയുന്നത്. നമ്മൾ മലയാളത്തിൽ പദപ്രശ്നം എന്ന് പറയില്ലേ, ഇങ്ങനെ കള്ളികളൊക്കെ വരച്ചിട്ട് ഇടത്ത് നിന്ന് വലത്തോട്ട് മുകളിൽ നിന്ന് താഴേക്ക് 5 അക്ഷരം എന്നൊക്കെ പറയില്ലേ, അങ്ങനെ പറയുന്ന പേരാണ് ക്രോസ് വേർഡ്. ക്രോസ് വേർഡ്. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ സ്പ്രെഡ്, SPREAD, എ സ്പ്രെഡ് ഓൺ ബ്രെഡ്, BREAD. ഓ, മസിഹത്തിന് സമ്മതിക്കണം. യെസ്. മസിഹത്ത്, അലീഷ, ഷജ്മീൽ. മസിഹത്ത്, അലീഷ, ഷജ്മീൽ. യെസ്, കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞത്. ക്രീം എന്നാണ് എന്റെ ആൻസർ. യെസ്. അപ്പൊ നിങ്ങളുടെ ആ ഇന്റലിജൻസ് വേണ്ടത്. CR ആരംഭിക്കുന്നത് പറഞ്ഞപ്പോൾ നിങ്ങൾ അങ്ങനെ ഓടി എത്തിയില്ലേ? യെസ്. ഞാൻ എന്നിരുന്നാലും ആ ചോദ്യം ഒന്ന് വെറുതെ പറയുകയാണ്. എ സ്പ്രെഡ് ഓൺ ബ്രെഡ്. ഓക്കെ 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 ഓക്കെ, കുഴപ്പമില്ല കുഴപ്പമില്ല. ഓക്കെ ഓക്കെ ഓക്കെ. അല്ലെങ്കിൽ പിന്നെ ഞാൻ പോയിന്റ് രേഖപ്പെടുത്തുമ്പോൾ വിട്ടുപോകും. ഓക്കെ ഓക്കെ. A spread on bread that is soft and made from milk. ഇതായിരുന്നു ചോദ്യം. ആ ചോദ്യത്തിലേക്ക് ഞാൻ എത്തിയില്ല. കംപ്ലീറ്റ് ആയി അതിന് മുമ്പ് തന്നെ നിങ്ങൾ ഉത്തരം പറഞ്ഞു. അടുത്തത്. The name of a small sea, SEA, കടൽ. The name of a small creature. Yes, Shajmil, Anju and Lechu. Shajmil, Anju and Lechu. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. നിങ്ങൾക്കറിയാം CR വരുമ്പോൾ അങ്ങോട്ട് എത്തി തുടങ്ങും. ഓക്കെ ഓക്കെ ഓക്കെ. ജസീല. ഓക്കെ ഓക്കെ ഓക്കെ, ജസീല. യെസ്. ഓക്കെ 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 ഓക്കെ. യെസ്. അപ്പൊ ഞാൻ ചോദ്യം ഒന്ന് വെറുതെ വായിച്ചിരിക്കാം. ചോദ്യം ഇതായിരുന്നു. The name of a small sea creature that is usually found on beaches. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി അടുത്തത് ഒരു സിറ്റുവേഷൻ പറയുന്നത്. അതിന്റെ കറക്റ്റ് ഇംഗ്ലീഷ് വേർഡ് നിങ്ങൾ പറഞ്ഞാൽ മതി. മീനിങ് ആണ് ഞാൻ പറയുന്നത്.
when you really want to eat something. When you really want to eat something. Masihat, Nandana, Anulashmi. Masihat, Nandana വന്നിട്ടില്ല അല്ലെ? നന്ദന, അനുലക്ഷ്മി. പിന്നെ ഞാൻ അഞ്ചുനും കൂടി തന്നിരിക്കുകയാണ്. ക്രേസ് അല്ല, ക്രേവ് ആണ്. ടൈപ്പ് ചെയ്തപ്പോ തെറ്റിപ്പോയതായിരിക്കും എന്നുള്ള വിചാരത്തില് അഞ്ചുനെ ഞാൻ പരിഗണിച്ചു. എന്താണത്? ക്രേവ്, CRAVEL, ക്രേവ്. യെസ്. അടുത്തത് സിമ്പിൾ. സ്പോർട്ട്, SPORT, സ്പോർട്സ് എന്ന് പറയും. സ്പോർട്ട്. പ്ലേഡ് വിത്ത് എ ബാറ്റ് ആൻഡ് ബോൾ. മസിഹത്ത്, ദിവ്യ, സുഹൈന. മസിഹത്ത്, ദിവ്യ വന്നിട്ടില്ല അല്ലെ? ദിവ്യ ആൻഡ് സുഹൈന ഇസ് എ കറക്റ്റ് ആൻസർ. ഓക്കെ ലച്ചു. ഓക്കെ വിജയ് കെ ജോർജ് കറക്റ്റ് ആണ്. കറക്റ്റ് ആൻസർ. അടുത്തത് തിൻ, THIN, തിൻ ക്രിസ്പി ബിസ്ക്കറ്റ്. എ തിൻ ക്രിസ്പി ബിസ്ക്കറ്റ്. ക്രേസി അല്ല, സുഖമായിട്ടുണ്ട്. അതിന്റെ അരിയത്തിൽ കൂടെ അങ്ങനെ പോയിട്ടുണ്ട്. ആ പേരിലൊരു ബിസ്ക്കറ്റ് ഉണ്ട്. ദിവ്യനെ നമുക്ക് പിന്നെയും പരിഗണിക്കാം. യെസ്. ലാസ്റ്റ് അത് ER അവസാനിക്കും. നിങ്ങൾ പറഞ്ഞ വാക്കൊക്കെ തന്നെയാണ്. ഓക്കെ. ദിവ്യ, അലീഷ, സുഹൈന. ദിവ്യ, അലീഷ ആൻഡ് സുഹൈന. ക്രാക്കർ ആണ്, ക്രാക്കർ. ഓക്കെ. എ തിൻ ക്രിസ്പി ബിസ്ക്കറ്റ്. അടുത്തത് കളർഫുൾ ഡ്രോയിങ് വാക്സ്, WX, വാക്സ് സ്റ്റിക്സ്. അനുലക്ഷ്മി, സുഹൈന, അലീഷ. അനുലക്ഷ്മി, സുഹൈന ആൻഡ് അലീഷ. ഓക്കെ. സ്നേഹ, അഞ്ചു, ഷമീർ, ലച്ചു, ജസീല കറക്റ്റ് ആണ്. ഓക്കെ. വെരി ഗുഡ്. യെസ്. അടുത്തത് എ പേഴ്സൺ, PERSON, who does arts, ARTS. A person who does arts projects. A person who does arts project. ആർട്സ്. വേറെ വാക്കുണ്ടായത് മസീദ്. ആ പേരിന് ഒരു എന്താ പറയാ, ഒരു യുവജനോത്സവത്തിനെ പോലെ ഐറ്റമുണ്ട്. ആ പേരായിട്ട് വന്നത് ആർട്ടിസ്റ്റ് അല്ലേ? CR ആരംഭിക്കട്ടെ. വിജയ്, CR. ചെളിയൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഒരു യുവജനോത്സവത്തിന് അത് ക്ലേ, അത് ഉപയോഗിച്ച് ചെയ്യുന്നതിന് അതിങ്ങനെ കറക്റ്റ് ആയിട്ട്. ഓക്കെ. യെസ്. അപ്പോ ജസീല, യുവർ കറക്റ്റ് ആൻസർ. ജസീല, അലീഷ, സുഹൈന. ജസീല, അലീഷ ആൻഡ് സുഹൈന. ശരിക്കും ആ വാക്കിന്റെ അർത്ഥം ക്രാഫ്റ്റർ എന്നാണ്. പേഴ്സൺ എന്നാണ് ചോദിച്ചത്. പക്ഷെ ക്രാഫ്റ്റ് എന്ന് വന്ന എല്ലാവർക്കും ഞാനിപ്പോ മാർക്ക് കൊടുത്തിരിക്കുകയാണ്. ക്രാഫ്റ്റ്, എ പേഴ്സൺ ഹൂ ഡസ് ആർട്ട് വർക്ക്, അത് ക്രാഫ്റ്റർ. യെസ്. ഓക്കെ. അടുത്തത് 10 millions, also called. ഓക്കെ. സ്നേഹ, ദിവ്യ, മസീഹത്ത്. സ്നേഹ നേരത്തെ വന്നിട്ടില്ല എന്ന് തോന്നുന്നു. സ്നേഹ, ദിവ്യ വന്നിട്ടുണ്ടായിരുന്നല്ലോ. ദിവ്യ ആൻഡ് മസീഹത്ത്. ഓക്കെ. യെസ്. അടുത്തത് ആ സെക്ഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പെയിൻഫുൾ, ഇൻവോളണ്ടറി കോൺട്രാക്ഷൻ. പെയിൻഫുൾ, ഇൻവോളണ്ടറി കോൺട്രാക്ഷൻ
of a muscle or muscles. Oh, Masihat, you are intelligent. Masihat Suhaina Alisha. Masihat Suhaina and Alisha. The answer is cramp. CRAMPS. Cramps. Okay. ഇനിയുള്ളത് നമ്മള് ചെയ്ത് കഴിഞ്ഞാൽ അവസാനിക്കുമെന്നാണ് ഒരു പേടി. കാരണം ഇനി ആകെ നമുക്ക് 9 മിനിറ്റ് ഉള്ളല്ലോ. യെസ്. സുഖൈന. ഓക്കെ. അപ്പൊ നമുക്ക് ചോദ്യത്തിന്റെ സ്റ്റൈല് മാറുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞത് വ്യത്യസ്തത ഉണ്ട് ഇനി കേട്ടോ. ഓക്കെ. ഇനി ഉള്ളത് നമ്മുടെ ചോദ്യത്തിന്റെ ആൻസറിന്റെ ഫസ്റ്റ് ലെറ്റർ R ആണ്. റെഡിന്റെ R. ഓക്കെ. രണ്ടാമത്തെ ലെറ്റർ U ആണ്. യൂസ് എന്ന് പറയുന്ന U. യെസ്. ചോദ്യം ഇതാണ്. An elastic substance made from sand. Okay. Jasila, Masihat, Anulashmi. Jasila, Masihat, Anulashmi. Okay. The answer is rubber. It's a correct answer. Very good. അടുത്ത ചോദ്യം ഇതാണ്. A red gemstone. A red gemstone. STON. Anulashmi, Masihat, Divya. Anulashmi, Masihat, and Divya. That is the correct answer. Ruby. Yes, it's a correct answer. Okay, Anju, correct answer. Very good. Yes. அடுத்தது. Waste material to be thrown away. Waste material to be thrown away. ചില ആളുകളൊക്കെ ചിലർക്ക് പറയുമ്പോൾ പറയും എന്തൊരു ഡാഷ് ഐഡിയ ആണ് ഇത് എന്ന് പറയും. അവിടെ ഈ വാക്കൊക്കെ ഉപയോഗിക്കാറുണ്ട്. അനുലക്ഷ്മി, അഞ്ജു, മസിഹത്ത്. Anulashmi, Anju, and Masihat. It's a correct answer. Rubbish. It's a correct answer. Rubbish. Another word for damage or spoil. SPOIL. Another word for damage or spoil. പല രാജാക്കന്മാരുടെയും ആധിപത്യവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പറയുന്ന സ്ഥലത്തൊക്കെ ഈ വാക്കുകളൊക്കെ വരാനുണ്ട്. മസിഹത്ത്. വെരി ഗുഡ്. മസിഹത്ത്, സുഹൈന, ലച്ചു. മസിഹത്ത്, സുഹൈന, ലച്ചു. ലച്ചു കുറെ ഗ്യാപ്പിന് ശേഷമുള്ള വരുന്നത്. ഓക്കെ. റൂയിൻ, RUIN, അവശിഷ്ടങ്ങൾ, നാശങ്ങൾ, നാശനഷ്ടം ഇതൊക്കെയാണ് എന്താ പറയാം കേട്ടോ. രാജ്യഭരണത്തിന്റെ ഒക്കെ അവസാന കാലഘട്ടം വരുമ്പോൾ നശിച്ചു പോകുമ്പോൾ ഓൺ ദ റൂയിൻസ് ഓഫ് എന്നാ പറയാം. യെസ്. അടുത്തത്. എ സ്ട്രോങ് ആൽക്കഹോളിക് ഡ്രിങ്ക്. എ സ്ട്രോങ് ആൽക്കഹോളിക് ഡ്രിങ്ക്. ദിവ്യ, അനുലക്ഷ്മി, Sneha. Divya, Anulashmi, and Sneha. It's a correct answer. Ramana, RUM. Yes, regularly using medicine. Other informations that spread to a lot of people. Information that is spread to lot of people but has no evidence or it is not true. Okay. Masihat. Okay. Masihat, Anju, Jasila. Masihat, Anju, and Jasila. It's a correct answer. Rumor. നമുക്കറിയാലേ റൂമർ എന്ന് പറഞ്ഞ വാക്ക്.
അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണം. യെസ്. അടുത്തത് എ കാർഡ് ഗെയിം, CARD കാർഡ്, ചീട്ടുകളിയിലെ കാർഡ് ഗെയിം പ്ലേയേഴ്സ് ട്രൈയിങ്, എന്റെ മസ്കിത്ത്, ഓക്കെ, മസ്കിത്ത്, സുഹൈന, അലീഷ. മസ്കിത്ത്, സുഹൈന ആൻഡ് അലീഷ ഇസ് എ കറക്റ്റ് ആൻസർ. ചോദ്യം പറഞ്ഞില്ല, എന്നാലും ഞാൻ വെറുതെ ചോദ്യം ഒന്ന് പറയാണ്. എ കാർഡ് ഗെയിം പ്ലേയേഴ്സ് ട്രൈയിങ് ടു ഫോം സെറ്റ്സ്, SETS, സെറ്റ്സ് ഓർ സീക്വൻസസ് ഓഫ് കാർഡ്, അതിന്റെ പേരാണ് റമ്മി. ഓക്കെ 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 ഓക്കെ. അടുത്തത് ടു ജോഗ്, JOG, ടു ജോഗ് റിയലി ഫാസ്റ്റ്, to jog really fast. Okay, Masgat, Suhaina, Alisha. Masgat, Suhaina and Alisha. Jog വേഗത്തിലാവുമ്പോൾ that is called running. Okay, run. That's the correct answer. അടുത്തത് the unit of money in India. The unit of money in India. Divya, Alisha, Masjid. Divya, Alisha and Masjid. Okay, correct ആണ്. Lechu, Suhaina, Sneha, correct ആണ്. Unit of money in India is rupee. Yes. The road, ROAD. The road where planes take off. The road where planes take off. Masjid, Jasila, Alisha. Masjid, Jasila and Alisha. It's the correct answer. A runway. It is what is called a runway. Yes. അപ്പോൾ ഞാൻ വേണമെങ്കിലേ ചോദ്യം അവസാനിപ്പിക്കുകയാണ്. ഇനി ഏകദേശം ചോദ്യങ്ങളുണ്ട്. അടുത്ത ദിവസം വരുമ്പോൾ നമുക്ക് എടുക്കാം. 27 യെസ്. ഓക്കെ 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 ഓക്കെ. അപ്പൊ ഇതിന്റെ അകത്ത് ഇപ്പോ നല്ല മെച്ചപ്പെട്ട പ്രകടനമാണ് നിങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ളത്. അപ്പൊ ഇന്നത്തെ നമ്മുടെ മാർക്ക് നിലവാരം ഒന്ന് പറയാം. ലച്ചു 2 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്, സ്നേഹ 2 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്, നന്ദന 1 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്, അഞ്ജു 4 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്, ദിവ്യ 6 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്, 6 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്, ജസീലയ്ക്കും 6 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്, ജസീല 6 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. ഇനി അനുലക്ഷ്മിക്ക് 8 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്, അനുലക്ഷ്മിക്ക് 8 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. അലീഷക്ക് 10 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്, 10 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. സുഹൈനക്ക് 11 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്, 11 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. യെസ്. ഇനി കളിയിലെ കെമിയെ നമുക്ക് കണ്ടുപിടിക്കാം. അത് മസ്ജിദാണ്. മസ്ജിദിന് 18 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഒരുപോലെ അഭിനന്ദനങ്ങൾ പറയുന്നു. വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, നമുക്ക് അന്ന് പുതിയൊരു സംഗതിയുമായിട്ട് അതൊക്കെ സുഹൈന 2 ആഴ്ച കൂടി തമ്മിൽ കാണുകയുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതാണ്ട് ഈ മാസം 25-27 കൂടിയിട്ട് ക്ലാസ്സുകൾ അവസാനിക്കുകയാണ്. അപ്പോ ആ 2 ആഴ്ച കൂടി നമുക്ക് കാണാം. അപ്പൊ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നമുക്ക് അടുത്ത വേറൊരു ഇംഗ്ലീഷ് സെന്റൻസിന് വേറൊരു കാര്യത്തെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ടെൻസിൽ പറഞ്ഞു, അതിന്റെ പാസീവ് വോയിസ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ബൈ. Thank you, sir. Okay.